എടാ, ഈ ചരിത്ര സിനിമകൾ കൊണ്ട് സ്വന്തം സിനിമാ ചരിത്രം തന്നെ മാറ്റിമറിച്ച ഒരു നടനാണ് നമ്മുടെ ലാലേട്ടൻ. നമ്മുടെ മരക്കാർ അറബികളുടെ സിംഹം, ഒടിയൻ, പിന്നെ അതുപോലുള്ള ഇഷ്ടം പോലെ ക്യാരക്ടറുകൾ മോഹൻലാൽ ചെയ്തു കഴിഞ്ഞു. ബറോഷ്, പിന്നെ എന്തൊക്കെ ക്യാരക്ടർ ഏതൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം മുടിഞ്ഞ് മുട്ടിപ്പില്ല് കൊടുത്തു എന്നല്ലാതെ ഇതിൽ യാതൊരു നേട്ടവും. ലാലേട്ടൻ ചിലപ്പോൾ കുറേ പണം കിട്ടിക്കാണും, പക്ഷെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലാലേട്ടൻ്റെ കമ്പനി തന്നെ ആയതുകൊണ്ട് അത് പൊട്ടി തകരുകയാണെന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാം. പക്ഷേ മോഹൻലാൽ ഫാൻസ് പോലും അംഗീകരിച്ച് തരില്ല. മോഹൻലാൽ ഫാൻസ് പറയുന്നത് ഇപ്പോഴും മരക്കാർ അറബികളുടെ സിംഹം സൂപ്പർ ഹിറ്റ് സിനിമയാണെന്നും ഒടിയൻ ബ്ലോക്ക് ബസ്റ്റർ ആണെന്നും ഇപ്പോൾ അറിയാം. ബറോഷ് വെറും 6 കോടി രൂപ ബഡ്ജറ്റിലാണ് ഇറങ്ങിയതെന്നും അത് 12 കോടി കളക്ട് ചെയ്തതെന്നും അത് ഇരട്ടി പ്രോഫിറ്റിലാണെന്നൊക്കെയാണ് അവർ പറയുന്നത്. അവരങ്ങനെ പറയട്ടെ. അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള തീട്ടപ്പടങ്ങൾ മാത്രം എങ്ങനെ കിട്ടുന്നു ലാലേട്ടന് മാത്രം. ലാലേട്ടൻ ചരിത്ര വേഷങ്ങൾ എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കുമെന്ന് മമ്മൂട്ടിയെ വെല്ലുവിളിച്ച് ചെയ്യുന്നത് പോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം ചരിത്ര വേഷങ്ങൾ ചെയ്ത് സ്വന്തം ചാരിത്രം പോലും നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് മോഹൻലാൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അവർ ഫാൻസ് മാത്രം മോഹൻലാൽ ഇപ്പോഴും പിടിച്ചുകൊണ്ട് ബാക്കി. അപ്പം നല്ല പടങ്ങൾ കാത്തിരിക്കുകയാണ് ഫാൻസുകാർ. അപ്പം അതിനിടയിലൂടെ ഈ ഋഷഭയും കണ്ണപ്പയൊക്കെ എടുത്ത് വെച്ച് ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാർ കൂവിത്ത് ഒപ്പിക്കുമെന്നുള്ള കാര്യം ലാലേട്ടൻ മറന്നു പോകാതിരുന്ന നല്ലത്. അപ്പോൾ ലാലേട്ടൻ്റെ നല്ല സിനിമകൾക്ക് വേണ്ടി നമ്മൾ 2025 കാത്തിരിക്കുകയാണ്. അങ്ങനെ കുറേ സിനിമകളുണ്ട്, തുടരും, അതുപോലുള്ള ഇഷ്ടംപോലെ സിനിമകൾ, എമ്പുരാനും പിന്നെ റാമിനൊക്കെ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ആരാധകർ. പക്ഷേ അതിൻ്റെ ഇടയിലും ലാലേട്ടൻ മത്സരിക്കുന്നത് തീട്ടപ്പടയുടെ രാജാവേ, ഞാൻ തീട്ടപ്പടങ്ങളുടെ രാജാവാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ലാലേട്ടൻ ഇതുപോലുള്ള തീട്ടപ്പടങ്ങൾ സെലക്ട് ചെയ്യുന്നത്. ലാലേട്ടന് ഇത് ഒരേ ഭാഷ വെച്ചും കൊണ്ട് ചരിത്ര പ്രാധാന്യമുള്ള വേഷങ്ങൾ ചെയ്യാൻ സാധിക്കില്ലെന്നുള്ള കാര്യം ലാലേട്ടനും അറിയാം, ബാക്കിയുള്ള ഫാൻസുകാർക്കും അറിയാം, കാണുന്ന ആൾക്കാർക്കും എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നിട്ട് ലാലേട്ടന് മാത്രം അത് മനസ്സിലാവുന്നില്ല. ലാലേട്ടൻ തീട്ടപ്പടങ്ങൾ മാത്രം സെലക്ട് ചെയ്യുന്നു. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലത്തെ 5-6 തീട്ടപ്പടങ്ങളുണ്ട്, അതിനകത്ത് ബറോഷ് ഉൾപ്പെടും. അതുപോലുള്ള സിനിമകളാണ് ലാലേട്ടൻ അത് സ്വന്തമായിട്ട് ഡയറക്റ്റ് ചെയ്തത്, പ്രൊഡ്യൂസ് ചെയ്തത് എല്ലാം. പക്ഷേ സന്തോഷ് പണ്ഡിറ്റിന് കളിച്ച്, സന്തോഷ് പണ്ഡിറ്റിനാണെങ്കിൽ പ്രോഫിറ്റാണ് സിനിമകളെല്ലാം. ഇത് ഇപ്പോൾ ഇവർ പറഞ്ഞ ഫാൻസ് പറഞ്ഞ വെറും 6 കോടി ബഡ്ജറ്റിലാണ് നമ്മുടെ ബറോഷ് 3Dയിൽ ലാലേട്ടൻ ഇരിക്കുന്നതാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കാണ് 3D സിനിമ 1650 ദിവസം ഷൂട്ട് ചെയ്ത സിനിമ വെറും 6 കോടി രൂപയോടെ. 6 കോടി. അതിൻ്റെ അസിസ്റ്റൻ്റ് എന്തോ ഒരു ഇതിൻ്റെ നമ്മുടെ എന്തോ പറയുമല്ലോ, നിങ്ങൾ ഈ സിനിമയൊക്കെ മാർക്കറ്റ് ചെയ്യുന്ന ടീം പറഞ്ഞത് 100 എത്ര കോടി രൂപയ്ക്കാണ് ബറോഷ് ലാലേട്ടൻ ഒരുക്കിയത്. ലാലേട്ടൻ ഒരിക്കലും വിജയത്തിന് വേണ്ടി ഒരുക്കിയ സിനിമയല്ല. ലാലേട്ടൻ്റെ ഒരു മലയാളത്തിലേക്കുള്ള ലാലേട്ടൻ ഇത്രയും വർഷം അഭിനയിച്ച ലാലേട്ടൻ്റെ മലയാളത്തിലോട്ടുള്ളൊരു സംഭാവന എന്നാണ് പറഞ്ഞത്. മലയാളത്തിലോട്ടുള്ള ഒരു സംഭാവന ലാലേട്ടൻ നൽകിയപ്പോൾ അത് കാണാൻ ആരും ഇല്ല. തിയേറ്ററിൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസം 8 ലക്ഷം രൂപയാണ് സിനിമയുടെ കളക്ഷൻ എന്നാണ് അറിയാൻ സാധിച്ചത്. ഇത്രത്തോളം തരം താഴ്ന്ന രീതിയിലാണ് മോഹൻലാലിൻ്റെ സിനിമകൾ പൊക്കിക്കൊണ്ടിരിക്കുന്നത്. 2025 ഇനി ഏക പ്രതീക്ഷയുള്ള വർഷം. ഈ വർഷമെങ്കിലും ലാലേട്ട നല്ല സിനിമകൾ ചെയ്യുക. ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേറ്റ് എല്ലാം നല്ല സിനിമകളെ കുറിച്ചുള്ള അപ്ഡേറ്റാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ മറ്റേ വൃഷഭ, കട്ടപ്പ തുടങ്ങിയ സിനിമകളുണ്ട്. അപ്പം ഈ തീട്ടങ്ങളെ മാറ്റി വെച്ചിട്ട് നല്ലത് മാത്രം സെലക്ട് ചെയ്ത് പണ്ടത്തെ ഒരു ലാലേട്ടനെ പോലെ ലാലേട്ടനായാൽ പണ്ടത്തെ പോലെ ആരാധകരും കൂടെ കാണും. ഇപ്പം ആരാധകരുള്ളതിൽ തുല്യമാണ്. ഇപ്പം ബറോഷൊക്കെ മമ്മൂട്ടിയാണ് ഇപ്പോൾ ബറോഷിൽ അഭിനയിച്ചിരുന്നെങ്കിൽ ഇങ്ങനത്തെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ സിനിമ 2-3 കോടി രൂപ പോലും കളക്ട് ചെയ്യില്ല. ആ സാഹചര്യത്തിലാണ് മോഹൻലാലിൻ്റെ ഈ സിനിമയ്ക്ക് ഇത്രയും. ഇതിപ്പം ബറോഷ് പോലുള്ള സിനിമയൊക്കെ ബറോഷ് പോലത്തെ സിനിമയൊക്കെ മമ്മൂട്ടിയാണ് അഭിനയിച്ചിരുന്നതെങ്കിൽ ഈ സിനിമ 2-3 കോടി രൂപ കളക്ഷനിൽ ഒതുങ്ങിപ്പോകേണ്ട സിനിമയാണ് ഇപ്പം 6-7 കോടി രൂപയിൽ എത്തി നിൽക്കുന്നത്. അത് ലാലേട്ടൻ്റെ ഫാൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോഴും ലാലേട്ടനെ മിസ് ചെയ്യാത്ത, ലാലേട്ടനെ ഇപ്പോഴും കാത്തിരിക്കുന്ന, പഴയ ലാലേട്ടനെ കാത്തിരിക്കുന്ന ആരാധകർ ഇപ്പോഴും ഉണ്ട് ലാലേട്ടൻ. അതുകൊണ്ട് ലാലേട്ടൻ ഇനിയെങ്കിലും പഴയ സിനിമകളൊക്കെ, പഴയ സിനിമകളല്ല, പണ്ടത്തെ പോലുള്ള സാധാരണക്കാരുടെ വേഷത്തിൽ ലാലേട്ടനെ കാണാൻ ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ അങ്ങനെ തന്നെ എത്തണം. അല്ലാതെ കോട്ടും സൂട്ടും ഇട്ട് അല്ലെങ്കിൽ മറ്റേ പൊതിഞ്ഞ് കെട്ടിയ ചരിത്ര പ്രാധാന്യമുള്ള വേഷങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോയി കോമാളിയാകരുത് മലയാള സിനിമയുടെ എന്നാണ് എനിക്ക് അവസാനമായി പറയാനുള്ളത്. ഓക്കെ, ബൈ ബൈ, സായോ.